ആരാ വന്ന എന്താ ഞാൻ ഉണ്ടാക്കി തരാം. എന്തേ എന്താ ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ലേ സു? ചായ ഉണ്ടാക്കാൻ എനിക്കറിയില്ലേ? പിന്നെന്താ എന്റെ ചായ കുടിക്കാത്ത? ചായ കടയിൽ പിന്നെയാണ് നിങ്ങൾ തന്നെ അല്ലാതെ ചായ കുടിക്കാൻ ഞാനും പോവാണേ. നോക്കട്ടെ ഞാൻ പോകും. ഞാൻ വീട്ടിൽ പോവാ. ഞാൻ വീട്ടിൽ പോണേ. ഞാൻ എന്റെ വീട്ടിൽ പോവാ. ഓക്കെ ബൈ. ഓൾ അച്ഛന്റെ കൂടെ ചായ കുടിക്കാൻ പോകണ്ടാന്നാ ഉദ്ദേശിച്ച്. വീട്ടിൽ വേണമെങ്കിൽ പൊക്കോ. ഞങ്ങൾ പോവാണേ. ബൈ ബൈ. ചായ കുടിക്കാൻ പോണേ. ഞാൻ പോട്ടെ. നല്ല പറഞ്ഞില്ല. എനിക്കെന്നാ കടി വാങ്ങിച്ചാ മതി. കടി വാങ്ങിച്ചാ മതി. ആ പാൻറ് ഇട്ട് തരാം, തണുക്കും. മുണ്ടിയൊക്കെ കെട്ടി തന്നോ? മാലിൻ തന്നോ ചോമി? എടുത്തിട്ടു. അക്കുനോട് ചോദിച്ച നല്ലതാണ് ചേച്ചി, സ്റ്റൈലായെന്ന് ചോദിച്ചേ. കന്നഡയിൽ പോയി ഇത് കൊടുത്തല്ല ഫുള്ള് കട വാങ്ങാം. ഓള് വിറ്റെങ്കിലല്ലേ. സ്വർണ്ണൊന്നും ഓള് ആർക്കും കൊടുക്കൂല. സ്റ്റൈലാണോ? എന്നാ എടുത്തോ, മോനെടുത്തോ. എന്നാ ബാ നമുക്ക് ഇനി ചായ കുടിച്ചിട്ട് വരാം. ബാ സോമിയായിട്ട് തന്നല്ലേ, ഒരു ഉമ്മയും കൂടെ തന്നു. ഒരു ഉമ്മ തരാമോ? ഞാൻ തന്നല്ലേ. കെട്ടിപ്പിടിച്ചിരുന്നു. കെട്ടിപ്പിടിച്ചു. മേക്കപ്പ് ഉണ്ടോ? അല്ല ഇച്ചിരി തുപ്പൽ അവിടെ പറ്റിയേനെ. ഒരു ഉമ്മ താ. അയ്യോ എന്ത് ശക്തിയല്ലേ ഉമ്മ തന്നത്. ഈ ഒരു പൊട്ട് തൊട്ട് കുഞ്ഞിനെ. വീട്ടിൽ വന്ന ആൾക്കാർക്ക് ചായ കൊടുക്കേണ്ട മര്യാദല്ലേ, അതാണത് കേട്ടോ. നീ എന്താ കടി എന്താ വേണ്ട? എന്താ വേണ്ട പറഞ്ഞാൽ മതി. നിന്നെ സൽക്കരിച്ചില്ലാന്ന് പറയും. എന്താ കടി വേണ്ടേ? KFC വേണമെന്നോ? ഇപ്പോഴോ? ഇത് ചായക്കടയാണ്, KFC നോക്കൂല. ഇവൾക്ക് എല്ലാം തിന്നണം എന്നാട്ടോ, എന്നാ തിന്നൂല്ല. അവിടെ പോയി മേടിച്ചാണ്. എനിക്ക് ഓൺലൈനിൽ ആ ഡ്യൂപ്ലിക്കേറ്റ് KFC വേണ്ട, മേടിച്ചു തരാം. അജു എന്നാ പോവാ. സോമി പറഞ്ഞ പിന്നെ സൂ കേക്കാതിരിക്കോ? ഞാൻ നെയ്ച്ചോറ് കഴിച്ചിട്ടോ വന്ന്. പോസ്റ്റ്പോൺ ചെയ്താലോ, നാളത്തേക്ക് ആക്കിയാലോ? ഞാൻ നെയ്ച്ചോറ് കഴിച്ചിട്ടോ വന്ന്. അത് കടി തിന്നൂല, അത് ആകെ ഉണ്ണിയപ്പം പഴംപൊരി തിന്നുള്ളൂ. പിന്നെ നീ ഇവിടെ ഒന്നും എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. അത് ഞാനാ കഴിക്കാം. കൊച്ചു കഴിക്കാത്ത സാധനങ്ങൾ ഞാൻ കഴിക്കും. കൊച്ചിന് വേണ്ടി വാങ്ങിക്കും. സോമി ഈ ഓറഞ്ച് മധുരമുള്ള ഓറഞ്ചാ. ഇതോള് എനിക്ക് തരില്ല, അവള് പുളിയുള്ളത് തരുള്ളൂ. ഇതാണ് തന്നോള്. പുളിയുള്ളത് തന്ന്. അറിയാപ്പോ അവൾക്ക് നല്ലതാന്ന് അറിഞ്ഞിട്ട് സോമിക്ക് നല്ലത് കൊടുത്തില്ല അല്ലേ? ഏതാ മുതല് അറിയത്? ഒരാൾക്കൊരു സാധനം കൊടുക്കൂല. അങ്ങനെയൊന്നല്ല കേട്ടോ. എന്റെ കുട്ടി എല്ലാവർക്കും കൊടുക്കും അല്ലേ പൊന്നു? അമ്മന്റെ മോൾ എല്ലാവർക്കും കൊടുക്കൂലേ? ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ചോമിയൊക്കെ അല്ലേ. നന്ദ എല്ലാവർക്കും കൊടുക്കൂല്ലേ? ആ എല്ലാവർക്കും കൊടുക്കൂട്ടെ. നിന്റെ കുട്ടി സോമിയരിക്ക് കൊടുക്കും. ഇത് മാത്രമാണ് നീ ഡീസന്റ് ആയിട്ട് ഒന്നും കാണില്ല.
എന്താ പരിപാടി? നമ്മളെ പരിപാടി പറയും. ഞാൻ എന്നെ വിളിച്ചപ്പോ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കാനായിരുന്നു. അല്ല ഞങ്ങള് കഴിച്ചു ഓൾറെഡി. ഞങ്ങള് കഴിച്ചു. ഓക്ക് അവിടെ പോയി KFC വേണമെന്നുണ്ട്. ബർഗർ ഓളെ ചെലവില്ല, ഓള് വാങ്ങിച്ചത്. നീ എന്റെ ചെലവിലോ? തേങ്ങ മണത്ത് നോക്കിയതാണോ കൈ? ഈ കയ്യിലാണ്. ഇല്ല, കഴിച്ചിട്ടില്ല. അന്നാ ഓക്കെ, കഴിച്ചിട്ടില്ല. കീറെ വാൻ ഇട്ടിട്ട് കോല നോക്കുന്നത്. ഇത് ഫാഷനാ? നീച്ചെന്ന് വേറെ എവിടേക്ക് കീറിയിട്ടോട്ടെ. ഇതെന്താണ്? ഇനി കീറിക്കോട്ടെ, അതിന് അണക്ക്. ഈ എന്തിനാ അത് പിടിച്ചു കീറാൻ നിക്കുന്നേ? അത് നിങ്ങൾ സത്യം പറഞ്ഞ കാര്യം ചോദിച്ചാ പറയോ? ഞാൻ മറ്റേ പെട്ടിന്ന് സാധനം എടുക്കലുണ്ടോ? മറ്റേ നമ്മള് തുണി കൊണ്ടിടുന്ന പെട്ടിന്ന് ഖത്തർ ചാരിറ്റി എടുക്കലുണ്ടോ? ഇതൊക്കെ എവിടുന്നാ? കൊല്ലില്ല, ആര് പറഞ്ഞു? ആ മതാമല്ലേ ഓളെ കൂടെ വർക്ക് ചെയ്യണേ? അഴലിമ്മ കിടക്കുന്ന സാധനം വരെ അടിച്ചു മാറ്റാൻ തുടങ്ങി. നീ നോക്ക്, ഞാൻ ഇവിടെ വാങ്ങിയ നോക്ക്. ഇത് എന്റെ ഒരു വിശ്വാസം ഇല്ലാത്ത പോണക്ക് മദാമേന്റെ ഷെട്ടി വരെ പോയ അവസ്ഥയാണല്ലേ. കഷ്ടം തോന്നി. തീർന്നില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചു എനിക്കൊരു ഡ്രസ് വാങ്ങാൻ പറ്റില്ലേ? നിനക്ക് മാത്രമേ ഉള്ളോ? എന്താണ് ഇതിന്റെ പേര് പറഞ്ഞേ? നിനക്ക് അതിന്റെ പേരെന്താ പറഞ്ഞേ? ഏതിന്റെ പേര് ഷർട്ടിന്റെ പേരെന്താ? ഞാനിവിടെ നോക്കി. നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? സോമി ബ്രാൻഡിന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ ഞാൻ ഞെട്ടിയതാണ്. ബ്രാൻഡ് അല്ല പറഞ്ഞത്, ഞാൻ ഷോപ്പിന്റെ പേരാ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ബ്രാൻഡിന്റെ പേര് പറഞ്ഞിട്ടില്ല. അതിന്റെ പേര് പേരെന്താ? ഞാൻ ഷോപ്പിന്റെ പേരാ പറഞ്ഞത്. അത് ഷോപ്പിന്റെ പേരാ? ഷോപ്പിന്റെ പേരല്ലേ ഈ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല അതെന്താന്ന്. ഇതിന്റെ ബാക്കിലുള്ള ഷോപ്പിന്റെ പേരുണ്ടാവുക. ഓ, സോമിന്റെ നാട്ടിലൊക്കെ കടേന്റെ പേരാണ് ബ്രാൻഡായിട്ട് ഇവിടെ കൊടുക്കുക. സ്റ്റുപ്പിടെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ R&D ഒരു സാധനം മേടിച്ചാ അതിന്റെ അവിടെ R&D കാണത്തില്ലേ? ഡ്രസ്സിന്റെ മുകളിൽ ഉണ്ടാവില്ല, അതിലെ ടാഗുമ്പോ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേ പറഞ്ഞോളൂ. മാക്സിന്ന് മേടിക്കുന്നത് ഇല്ല, അത് ഈ ബാക്കിൽ ഉണ്ടാവില്ല. മാക്സ് ഉണ്ടാവില്ല. ഇല്ല, മാക്സ് വാങ്ങിക്കുന്ന സാധനങ്ങൾ എല്ലാതും മാക്സ് ബാക്കിൽ വരും. അപ്പൊ പറഞ്ഞതെന്താ? വായ തോന്നിയ പേരാണോ പറയണേ? നോക്കണി നോക്ക്. അപ്പുറം എന്താ LC? എന്റെ കീറിയിട്ടില്ല. ഞാനാ കുപ്പായ അഴിച്ചു വെച്ചു. കീറെ വേനൊന്നും അച്ചുവിടൂല. ഈ ബനിയൻ ആരാ വാങ്ങിച്ചെന്ന്? ഏപ്പരാച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം വരുമ്പോ കാണേണ്ട ആവശ്യമില്ല. അടുത്ത പ്രാവശ്യം വരുമ്പം ഈ ഏപ്പരാച്ചിക്ക് ഒന്നും കൊണ്ടു കൊടുക്കാതിരിക്കുക. ഓള് വരുന്നുണ്ട് സേറ. പറഞ്ഞു വാങ്ങിച്ചത് ഞാൻ ഈ ഏപ്പരാച്ചി വെച്ചിട്ട് എന്റെ അമ്മേനെ ഉദ്ദേശിച്ചോ. അല്ലല്ല, ഓള് 20-ാം തീയതി വരുന്നുണ്ട്. ഓളിക്ക് ഷൂ എടുത്തു. ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറയാം. നാളെ നിനക്ക് അവൾ എന്തെങ്കിലും മേടിക്കാനിരിക്കുന്ന എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്. ഇനിയിപ്പൊ വേണ്ട, ക്യാൻസൽ ചെയ്യാം. അവൾ ഉറങ്ങി, ഇനി വിളിക്കണ്ട. നിനക്ക് ബെന്നി മേടിക്കണോന്ന് ഷെട്ടി കൊറേ ദിവസം ഞാൻ പോവാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓള് പോയിട്ട് അനക്ക് പ്രിന്റ് ഷെട്ടി പിന്നെ സൈസ് പറഞ്ഞ സാധനം കിട്ടൂലേ? വിട്ടേക്കടാ. അവൾ ഉറങ്ങി ഇറക്കാം. തേങ്ങ അവൾക്ക് എക്സാമാ. പഠിക്കോ? പറഞ്ഞ ചിരിക്കണൊക്കെ പഠിക്കാ പറഞ്ഞ കുട്ടാ. എന്നാ വരുന്നേ? പഠിക്കാണോന്ന് പറഞ്ഞു അമ്മ. ഇവിടെ നല്ല തണുപ്പാ. ജാക്കറ്റൊക്കെ എടുത്തിട്ട് പോന്നാ മതി. കേക്കണില്ലല്ലേ? എന്നാ വരുന്നേ? ഓളായതുകൊണ്ട് തെറി വിളിക്കണ്ടേ? എന്നാ വരുന്നേ? വയ്യാത്ത എന്റെ അച്ഛനെ. എന്നാ വരുന്ന പറ. സർപ്രൈസിക്ക് അറിയാ. ഞാൻ പറയണ സാധനം കൊണ്ടുവരും. ജോക്കിയല്ല, സീറ്റിയാ മതി. ജോക്കിക്ക് ബ്രാൻഡ് ഇഷ്ടപ്പെടണില്ല.
കണ്ടോ ഓക്ക് വരെ അറിയാം എന്റെ പ്രിന്റിന്റെ കഥ. മിക്കി മൗസ് എന്റെ അമ്മയ്ക്ക് എടുത്താൽ മതി, എനിക്ക് വേണ്ട. എനിക്ക് സൂപ്പർമാൻ. ഈ വരുമ്പോ സീക്കന്റെ എന്നോട് ചോദിക്കണ എനിക്ക് സങ്കടം ഉണ്ട്, അതെനിക്കത് ആവശ്യമായി പോയി. പ്രിന്റ് ഉള്ളത് ഞാൻ മിക്കി മൗസിന്റെ പ്രിന്റ് ഒന്നും എടുക്കല്ല കേട്ടോ, ഇടാനുള്ള. ഈ ഒരു പാനിന്റെ പുറത്തല്ലല്ലോ ഇടുന്നെ. അല്ല അത് മാറ്റം നമുക്ക് പകുതി കാണിക്കാലോ. സീക്കന്റെ പ്രിന്റ് ഉള്ള സാധനം കണ്ടിട്ടില്ലേ? ആ അത് സെറ്റാക്കി ഒരു 90-95. 100 ഈ കടയിലെത്തിയിട്ട് വിളിച്ചാൽ മതി. ഷോപ്പിംഗ് നമുക്ക് പൊളിക്കണം. നമ്മള് ഖത്തർ ന്യൂ ഇയർ പൊളിക്കും നമ്മള്. എടി എന്റെ ഏപ്രാച്ച അമ്മയും ഇവലൊക്കെ ഡ്യൂട്ടിക്ക് പോയി വിളിക്കും. അന്ന് ആ ദിവസം ക്രിസ്മസിന്റെ അന്ന് നിന്നും ഞാനും കൊണ്ട് മറ്റേ എവിടെ പോയത്, നമ്മളെവിടെ പോയത്? സെഞ്ചി അടിച്ചോ സെന്റിയിൽ വീഴുന്ന ടൈപ്പ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നത് ഈ അറിഞ്ഞില്ല, ഈ വന്നത് ഞാൻ അറിഞ്ഞല്ല. എന്തായാലും ഞാൻ വൈൻ കുപ്പി എടുത്ത് മാറ്റി വെച്ചിട്ടേ പോകത്തുള്ളൂ. ആരെതിലെ വന്നാലും ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് വൈനിന്റെ കുപ്പി എടുത്ത് മാറ്റി വെക്കും. നമ്മള് കാണാത്ത വൈൻ കുപ്പിയോ? നമ്മളൊരു കേസ് ഇറക്കും. മുത്ത് പറയണ നാളെ നീച്ചിട്ട് വിളിക്കാം. കേസിനെക്കാട്ടിലും ഹോം മെയ്ഡ് വൈൻ എന്ന് പറയുന്നത് അതിനൊരു ഇത് തന്നെയാണ്. ഈ നാളെ വിളി, പർച്ചേസ് തുടങ്ങി. ഇത് റെക്കോർഡഡ് ആട്ടാ. കട്ടാക്കി കളഞ്ഞു. നാളെ വിളിക്കാം. നാളെ നല്ലോ ഓളെന്ന് പറഞ്ഞാലേ ഈ സോമീനെ പോലെ തന്നെയാണ്. സോപ്പിട്ടാ കൊണ്ട് വീഴും. മണ്ടത്തിയാണ്. ഇത് ഇടല്ലേ, മണ്ടത്തി കേക്കും കേക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു. ഓഡിയോ കോൾ വിളിച്ചു. ഇപ്പൊ ഡീസന്റ് ആയിട്ടോളെ. നേരത്തെ ലുക്ക് ഇല്ലായിരുന്നു, ഇപ്പൊ ലുക്കാണ് ഡീസന്റ് ആയത്. പച്ചക്കുതിരയിലെ മറ്റേ ഫുഡ് ക്ലിപ്പ് ഇട്ടുണ്ടല്ലോ. സേറ ആ കണ്ണാടി വീഴുമ്പോ എല്ലാം മാറിക്കോളും. കണ്ടോ പച്ചക്കുതിരയിലെ ദിലീപിന് കണ്ണട ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, സൗണ്ട് അതിനതാ കേട്ടോ, സൗണ്ട് കേട്ടോ. ഇവളെന്താ വരുന്നേ? സർപ്രൈസ്. വർത്താനം കേട്ടുകഴിഞ്ഞാൽ പരീക്ഷ മല മറിക്കാന്നുള്ളു. എന്നിട്ട് കൊട്ടയ്ക്ക് കൊണ്ടുണ്ടല്ലോ കപ്പ്. റിസൾട്ട് വരില്ല, കിട്ടലുണ്ടോ? എടി ഇജിവിടെ വന്നു കഴിഞ്ഞാ ഖത്തറിൽ ഇപ്പൊ തണുപ്പാ. ഖത്തറിൽ ഇപ്പൊ ചോദിച്ചോന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഖത്തർ അണ്ടർവേൾഡ് കിങ് ആരാന്ന് അടിച്ചോക്ക്. അടിച്ചോക്ക്, അനക്ക് വേണമെങ്കിൽ മതി. വയലൻസിന് ഉണ്ടോ കട്ട് ചെയ്തിട്ട് കണ്ടു വർത്താനുണ്ട്. നാളെട്ടോ മറക്കല്ലേ. മതി, അതായാലും മതി. ഈ സൂപ്പർമാനോ മിക്കി മൗസ് എന്തെങ്കിലും ഇട്. നൈലോണിന്റെ സാധനം മറ്റേ വലിയണല്ലേ. അല്ലടി അവിടെ എത്ര ടൈം? മതിയടി, പഠിച്ചത് മതി, ഇനി കുറഞ്ഞിക്കോ. ഇതിനെ കൊണ്ട് പടി കയറി പോയത് ഇറക്കി വിട്ടോ. കൊണ്ടുപോട്ടോ, നടക്കല്ലേ. എനിക്ക് വേണം, നീ കഴിച്ചോ. സോമിക്ക് ഓറഞ്ച് കൊണ്ടുവന്നിരിക്കുന്നു. നല്ലതാണോ? മധുരം ഉണ്ടോ അതോ പുളിയാണോ? മോൻ സൂചിയുടെ ചോദിക്കും എനിക്ക് KFC മേടിച്ചു തരുമോ ഒന്ന് സോമിക്ക്? സോമിക്ക് ഒരു ഫോൺ മേടിച്ചു തരാൻ പറ. ചോദിക്കേ, പോയി ചോദ്യേ. സോമി പാവല്ലേ, ഒരു ഫോൺ വാങ്ങി തായോന്ന് പറയേ. പറ. പൊട്ടിപ്പോ. അജു, നിനക്കൊരു കാര്യം അറിയാമോ? എനിക്ക് ഇപ്പോഴേ ഇത് ഓർമ്മ വന്നത്. എടാ, ഇവിടെ 2017 ഈ മണി പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഇവളോട് ചോദിച്ചു, എനിക്ക് ഒരു തണ്ട്. അന്ന് എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ? നീ
എന്റെ കെട്ടിയോനെ ചോദിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഒരു മണി പ്ലാന്റ് ഞാൻ തരത്തില്ല എന്നോട് പറഞ്ഞു. കെട്ടിയോനെ ചോദിച്ചാൽ ഞാൻ തരുമെന്ന് പറഞ്ഞോ? അന്ന് നീ എന്നോട് പറഞ്ഞതാ. പക്ഷെ ഞാൻ മണി പ്ലാന്റ് തരത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തേ. തള്ളാ നോക്ക്. തള്ളല്ലടാ, നീ നോക്ക്. നിന്നെ ഞാൻ ഇവിടുന്ന് ഇറക്കി വിടുന്നു. ഈ മണി പ്ലാന്റ് ആയിരുന്നു, പക്ഷെ നോക്കി ഈ മണി പ്ലാന്റ് ഇവിടെ വരെ ഈ മണി പ്ലാന്റ് ആവൂല, കാരണം ഞാൻ അതിൽ വളമൊന്നും ഇടുന്നില്ല. ഈ മണി പ്ലാന്റ് ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് 2017 ഉള്ളാട്ടോ. അത് മെല്ലെ ഗ്രോ ചെയ്യുന്നുള്ളൂ, കാരണം വളമല്ല. അതുകൊണ്ടാണ് അതിലൊക്കെ കോമഡിയൊക്കെ. ഒരു തണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തന്നില്ല. പിന്നെ അന്നൊരു കുഞ്ഞി കഷ്ണ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇവളെന്നെ എനിക്ക് നീ എവിടെന്നോ കൊണ്ടു തന്നല്ലേ എനിക്ക് ഇതൊക്കെ നോക്കേ. പക്ഷെ ഇവളൊന്നും ചോദിച്ചപ്പോ എനിക്ക് തന്നില്ല. ഞാൻ എന്തോരം കൊണ്ട് കൊടുത്ത നീ നോക്കണം. അതാണ് എവിടുന്നും ആയിക്കോട്ടെ. നീ നോക്കേ, ഇതെല്ലാം ഇപ്പൊ എവിടുന്നാ വന്നത്? ഇതിന് വെച്ചോണ്ടേ അല്ല, ഈ മണി പ്ലാന്റ് വെച്ചോണ്ടേ ഇവിടെ പൈസ തന്നെയുണ്ട്. 3 പേരുടെ സാലറി ഇല്ലേ? പിന്നത്തെ ഇതിക്കുള്ള നീ നോക്ക് എത്രാടാ റൂട്ടുള്ളത്. നോക്ക് അത് റൂട്ടല്ല, അതായത് ആദ്യത്തെ മീനിന്റെ കൊണ്ടുപോവാ ഒക്കെ കൊണ്ടോണേ. ചട്ടിയോടൊക്കെ കൊണ്ടോ കേറി കടിക്ക്. തെളിയിച്ചു മോളെ, നീ എന്റെ മോള് തന്നെ. ഇവിടെ ഉണ്ട്. നീ കൊച്ചിനെ വരെ ഇത് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. കണ്ടോ, ഓൾ അതിനെ ട്രീറ്റ് ചെയ്ത വേ നോക്ക്. ഒരു ചെടി ചോദിച്ചോ തരത്തില്ല, പിന്നെ അങ്ങനെയാന്ന് പറയാം. ഞാനേ ഇവള് ചോദിച്ചപ്പോ ഉണ്ടല്ലോ, എന്റെ ഈ മണി പ്ലാന്റ് വളർന്ന് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതെന്നാണ് അവള് ചോദിച്ചത്. അതുകൊണ്ടെന്താ 2017 തുടങ്ങിയതാ. എന്റെ അത്രയും പോലും ഞങ്ങള് കഷ്ടപ്പെട്ടേ വളരുള്ളൂ, മെല്ലെ മെല്ലെ വളരുള്ളൂ. ഒറ്റയടിക്കൊരു വളർച്ച വേണ്ട. ഞാന് ചോദിച്ചത് 2021 കൊടുത്ത സാധനങ്ങളാണ് ഇത്രയും. നോക്കെ എന്റെ അവിടെ ഒക്കെ ഇരിക്കുന്ന നോക്കെ എത്ര ഇരിക്കുന്ന. എല്ലതും നീ തന്നതല്ല, നന്മയെന്ന് പറയുന്നത് എല്ലതും നീ തന്നതല്ല. തള്ളി മറിക്കണ്ട. നീ ഇവിടെ തല്ലൂടി പോവാനായിട്ട് നിന്നാണോ? ഞാനൊരു കാര്യം പറയട്ടെ. അണ്ണൻ ഓർമ്മയുണ്ടോ പണ്ട് പറഞ്ഞത്? ഇവളോട് ഞാൻ ആ മണി പ്ലാന്റ് ചോദിച്ചപ്പോ ഇവളൊരു വാക്ക് എന്നോട് പറഞ്ഞത്. അന്ന് അണ്ണൻ എന്നോട് പറഞ്ഞു, ഈ വീട്ടിൽ എന്തെടുത്തോണ്ട് പോയാലും ആ മണി പ്ലാന്റ് മാത്രം എടുത്തോണ്ട് പോകുന്ന എനിക്ക് പേടിയായി ഇവിടെ എന്ന് പറഞ്ഞതാണോ? നിന്റെ അറിയാൻ പറഞ്ഞു. നീ അങ്ങനെയാണോ? ഞാൻ ഇതെല്ലാം എടുത്തോണ്ട് പോകും. സോറി പറ, സോറി പറ. കാലുമ്പോ പിടിച്ച് കടിക്കുന്നുണ്ടോ? സോറി പറ. ഉണ്ടല്ലോ അതെ കൊണ്ടോളി. ബാക്കി കയ്യിലുണ്ട് തരാൻ പറയും. അയ്യേ പൊട്ടുവെച്ചാ പറ്റിച്ചാ പറയും. പോയി പിടിച്ചോ ചാവി ചാവി നിന്റെ തന്നെയായിരുന്നോ? 4 ദിവസം എടാ, ഞാനൊരു മണി പ്ലാന്റ് ചോദിച്ചാൽ കൊടുക്കൂല. ഓളൊരു കാര്യം ചെയ്താൽ സമ്മതിക്കൂല. ഞാൻ ഓളെ മാക്സിമം ക്രൂശിച്ചിട്ടുള്ളൂ. പിന്നെ എന്തിനാ ഓളീ വലിഞ്ഞു കയറി ഇടയ്ക്കിടയ്ക്ക് ആവണില്ല എനക്ക്? ചാവി കൊണ്ട് കുത്തിച്ച് തുറന്നു കൊടുക്കണം. നന്ദോക്ക് വാതിന് പോയി തുറക്കാൻ നിൽക്കണത് പോയിക്കോട്ടെ ചാവി കണ്ട്. തുറന്നിട്ട് പോലും ഞാൻ പോവാ. ഞാൻ പോവാടി. അതിന് കൂട്ടി വെച്ചോളൂ. ഞാൻ പോയി. നിന്റെ ഇതെടുക്കും, ഞാൻ മണി പ്ലാന്റ് എടുക്കും. ഇത് തുറന്നതാ. നീ പോണ്ടാന്നാട്ടോ മോള്. പിന്നെ പോണ്ട പറയും. ഇന്ന് ഇവിടെ കിടക്കാൻ പറയും. അല്ല, ഞാൻ ഇന്ന് ഇവിടെ കിടക്കും. പെട്ടെന്ന് തുറന്നു, ഞാൻ പോവാ. അല്ല, ഞാൻ ഇന്ന് നന്ദയുടെ കൂടെ കിടക്കുന്നത്. അന്ന് തുറന്നതാ. ഞാൻ ഇട്ട് തരാം. വാ. അന്ന് ഞാൻ നന്ദയുടെ കൂടെ ഇന്ന് കിടക്കുന്നത്. അല്ല, ഈ അമ്മയുടെ കൂടെ കിടക്കും.
ആ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയുണ്ടോ? പേടിയുണ്ടോ? ചന്ദ്രനെ പറ്റി ഞാൻ തരാമല്ലോ. ഭൂമി കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ടാണ്. പോവാ നീയെ? ഞാൻ പോവാണ്. സ്വാമി ക്യാഷ് കഴിക്കാൻ പാടി. ഇന്ന് വേണ്ട, ഇന്ന് വൈകിട്ടായിട്ടാ ഞാൻ കഴിച്ചത്. നമുക്ക് അല്ലല്ല ഈ പോയി നാളെ കഴിക്കാം. ഇല്ലല്ല നടക്കൂല. ആണോ? നാളെ കഴിക്കാണ്. ഇന്ന് വയറ് നിറഞ്ഞിരിക്കുക. നാളെ കഴിക്കാം. ഓ ആയിക്കോട്ടെ. എന്തൊരു ഡിമാൻഡാ നോക്ക്. നമ്മളതിനൊന്നും ഒരു ഇതില്ലല്ലോ. നാളെ വരാടാ അച്ചു. അപ്പൊ ഇതിങ്ങനെ എന്തെന്നും കട്ടിയെടുക്കാൻ നിൽക്കണോ? ഇന്നത്തെ തന്നിട്ട് പോയിക്കൂടെ? ഇത് കേക്ക്. നാളെ ആകുമ്പം വൈകിട്ടത്തേക്കാകുമ്പോ എനിക്ക് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. നാളെ എന്റെ പല്ലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങോട്ട് വരാം. കഴിക്കാൻ പറ്റില്ല. അല്ല കുഴപ്പമില്ല, ഇപ്പുറത്തെ സൈഡ് വെച്ച് കഴിച്ചോളാം. കുഴപ്പമില്ല. തള്ളല്ലടാ. ഈ തള്ളൊന്നും എനിക്ക് കേൾക്കാൻ ഓക്കെ, തള്ളത്തില്ല. ഞാൻ നാളെ വൈകിട്ട് വരും. വേണ്ട വേണ്ട, ഇന്ന് പോവാം. നമുക്ക് ഇന്ന് പോവാടി പ്ലീസ്. എടി ഇന്ന് പോവാൻ പറയുന്നത്. സ്വാമി നാളെ രാവിലെ ഇവിടെ ബാത്റൂമിന്റെ ടൈലൊക്കെ ആകെ പണിയാവും ഇവിടെ. ഇത് കേക്ക്. എന്റെ ഫ്രണ്ട് ഇത് പോണക്ക് വയറ് നിറഞ്ഞു കഴിയുമ്പോ അവൻ ചോദിക്കും നിനക്ക് ഫലൂഡ മേടിച്ചു തരട്ടെ എന്ന്. ഇതിപ്പോ നിങ്ങൾക്കറിയാം ഞാന് സ്വാമി ഇത്രത്തോളം വലിയൊരു വയറുണ്ടാക്കി അല്ല, ഇപ്പൊ നിങ്ങൾ എനിക്ക് 2 ഇലപ്പം മേടിച്ചു തന്നു, ചായയും മേടിച്ചു തന്നു. എനിക്ക് വയറ് നിറഞ്ഞു. അതുകൊണ്ടല്ലേ കേപ്സ് കഴിക്കാൻ വിളിക്കുന്നത്. ഡയറ്റിലല്ലോ വയറ് നിറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഞാൻ KFC ആണെങ്കിൽ ഞാൻ വരാതെ. സോമിന്റെ പ്രായമാണ് ഞാൻ ചോദിക്കാൻ പറയണ്ടത്. ആ പ്രായം പറഞ്ഞു അന്നെ പുറത്താക്കി വായിലടക്കിയോ? എടാ അജു, എടാ ഈ പ്രായമൊക്കെ എന്തിനീ ഡയറ്റ് നടക്കാം. ഇപ്പൊ ഞാന് എനിക്ക് 30 വയസ്സുള്ള നന്ദക്കുട്ടി വിശ്വസിക്കോ? ഒരിക്കലും ഇല്ല. നീ വിശ്വസിക്കോ? നിനക്ക് എത്ര വയസ്സ്? 30 വയസ്സുള്ള അത് വിശ്വസിക്കോ? ഞാനിപ്പോ 50 വയസ്സാണ് പറഞ്ഞാൽ ഇവൻ പറയില്ല നിങ്ങൾക്ക് 55 ഉണ്ടെന്ന്. ഇതാണ് കുഴപ്പം. അപ്പൊ സത്യങ്ങൾ നമ്മൾ എവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഒരിക്കലും ഒരു മനുഷ്യനോട് എന്തിനാ അങ്ങനെ ഞാൻ കാണിക്കുന്നത്? എന്തിനാ നിന്നെ? എന്ത് കാര്യം? നിന്റെ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? അതെന്തിനാണ് അങ്ങനെ നോക്കി നീ? അല്ല അത്ര പറ. അല്ലല്ല, നിന്റെ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? നമ്മൾ 9 പഠിക്കുന്ന അന്ന് പറഞ്ഞിട്ട് എത്ര വയസ്സുണ്ട്? 9 പഠിക്കുന്ന ഒരാൾക്ക് എത്ര പ്രായം ഉണ്ടാവും? നീ പറ. നീ എന്നാ എന്റെ പ്രായം ഒന്ന് തെളിയിക്കേ. ആ ഇതാണ്. അപ്പൊ നമ്മൾ മിണ്ടാതിരിക്കുന്ന നിനക്കൊരു ഉദാഹരണമുണ്ട് 60 ഓക്കെ. എന്റെ മനസ്സിൽ 30. അപ്പൊ അതങ്ങനെ നീ എന്താ പറഞ്ഞേ? എന്തൊക്കെ പറഞ്ഞാലും പിടിച്ചിട്ടുണ്ടല്ലേ? പിടിച്ചു നിൽക്കുന്ന അല്ല അജു. നിന്നോട് പ്രായം ചോദിച്ചാൽ നീ സത്യം പറയുമോ? നിനക്ക് പോവല്ലേ? നിന്നോട് പ്രായം ചോദിച്ചാൽ നീ സത്യം പറയുമോ? ഞാൻ പറയല്ലോ. ഞാൻ ഇവിടുന്ന് പോകണം. ഞാൻ വരാം അങ്ങോട്ട്. എടി നോക്ക്, ചന്ദ്രനെ നോക്ക്. ഓ വീഡിയോയിൽ എടുക്കുമ്പോ അറിയില്ല, പക്ഷെ എന്ത് ഭംഗിന്ന് അറിയാം കാണാന്. അപ്പൊ ഞാൻ വൈകിട്ട് വന്നപ്പോ നല്ല രസമാണ്. ഇങ്ങോട്ട് നോക്കിയേ, കാർ ഇങ്ങനെ ചേർത്തിടാൻ പറ്റുമോ? ഇത് എന്ത് ഭംഗിയാ നോക്ക്. നല്ല ഭംഗിയിൽ കാണുന്നുണ്ട് കേട്ടോ, പക്ഷെ ഫോണിൽ അത്ര കാണുന്നുണ്ടാവില്ല അല്ലേ. നീ എവിടെ വേണ്ടിട്ട്? എന്തായിരുന്നു ഇവിടെ ഭയങ്കര ഇതായിരുന്നു, ട്രാഫിക് അല്ലേ. തങ്കമേ തങ്കമേ എന്റെ തങ്കം. എന്തിനാ നീ ചിരിക്കുന്നത്? നമുക്ക് സൗമ്യാനിന്റെ കൂടെ ഒന്ന് പോയാലോ? സൗമ്യാനിന്റെ വീട്ടിക്ക് കറങ്ങാൻ പോകാം. കറങ്ങാൻ പോകാം. നമുക്ക് സൗമ്യാനിന്റെ ഈ വണ്ടി ചോദിച്ചാലോ? ഇതല്ലേ നല്ല വണ്ടി? ഇത് തരുവോ ചോക്ക്, ഞങ്ങളിത് തരാ പറയും. തരാവേ. ഈ സൗമ്യാനിന്റെ വണ്ടി നന്ദയ്ക്ക് തരുവോ ചോക്ക്? തരാവേ. എപ്പോഴാ വേണ്ടിയത്? എപ്പോഴാ വേണ്ടി? അജു തരുവോ? ഇപ്പൊ തന്നെ നമ്മളെ വണ്ടി എടുത്തിട്ട് പോകാൻ പറയും ഇവിടെ വെച്ചിട്ട്. ഇപ്പൊ പെട്രോൾ കുറവാ, ഞാൻ പെട്രോൾ അടിച്ചിട്ട് വരാവേ കേട്ടോ. നന്ദ ഉറങ്ങല്ലേ? ഉറങ്ങുവോ? ഞാൻ എന്നാ പെട്രോൾ അടിച്ചിട്ട് വരാവേ. ഒരു 10 റിയാലിങ് തന്നേക്ക്. എന്തിന്?
ഇവിടെ വരെ ഇറക്കിയില്ലേ? എന്നാ ഈ എന്റെ വീട്ടിൽ കൊണ്ടിറക്കിയാ മതി. ഈ ഊബർ വിളിച്ച് വരണമെങ്കിൽ എന്തായാലും ഒരു 5 നീ വീട്ടിലിറക്കിയാ മതി വിട്ടോ. അല്ല 5 റിയാല്. ഇല്ലല്ല 10 റിയാലില്ല, എന്റെ വീട്ടിലിറക്കിയിട്ട് തരാം 10 റിയാല് ഞാൻ. എവിടെ അവിടോ? ആ. അതാകുമ്പോ 35 ആവും. ഞാൻ വണ്ടിയിൽ കിടന്നോളാം. പെട്രോൾ കളഞ്ഞ് വന്നല്ലേ, അപ്പൊ എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ വേണ്ടേ? പിന്നെ വേണം ഇനി ഇച്ചിരി കൊറേ ഉണ്ടാക്കുമ്പോളൂ കേട്ടോ. പോന്നു നമുക്ക് പോവാം. ആ ലിഫ്റ്റ് ചോദിച്ചാൽ നമ്മള് മണ്ടന്മാര്. വേണ്ട, ഇവിടെ പൊക്കോട്ടോ, വണ്ടി വരുന്നുണ്ട്. സോമിയാൻറ്റി പോകുന്നു, സോമിയാൻറ്റി പോകുന്നു. സോമിയാൻറ്റിക്ക് പേടിയാണ് കേട്ടോ. അവിടെ സ്ഥലം ഉണ്ടോ നോക്കി നോക്കി നോക്കിപ്പോയി. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഒരു കൂട്ടർക്ക് തീറ്റ, ഒരു കൂട്ടർക്ക് ഫൈറ്റ്. ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടിയാണ് ഈ കളിക്കുന്നത് കേട്ടോ. ലീഡർ ഇവനാണ്. എന്താ ഈ ചിരിക്കുന്നേ? നല്ലേനെ ആവൂല കേട്ടോ ടി വി ഒക്കെ പുകയാൽ. എന്റെ മേലെ തെറ്റി വിവരറിയേ. എന്റെ മേലെ തട്ടോ, എന്റെ മേലെ തട്ടോ, എന്റെ മേലെ തട്ടോ, എന്റെ മേലെ തട്ടോ. ഈ മനഃപൂർവ്വം ഭീഷണിക്ക് ഇങ്ങനെ 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 തിരിച്ചു കിട്ടും. എന്റെ അച്ഛ അജോ അജോ ആ നന്ദങ്ങ് പോരെ, അമ്മേന്റെ കുട്ടിങ്ങ് പോര്. അജോ തിന്നാളൊക്കെ പോയി കിടക്ക്, പോയി കിടക്ക്, പോയി കിടക്ക്, പോയി കിടക്ക്. പോ പോ പോ. എന്താ പൊട്ടറ്, എന്താ പൊട്ടറ്? എന്താ പൊട്ടറ്? വിശ്രമം തരാം. അക്കു ചോദിച്ചു വാങ്ങിയതാ. ഇനി പോണ്ടട്ടോ അക്കു. അക്കുവിന് ഇങ്ങനെ തന്നെ ഉണ്ട്. ഇത് കിട്ടാതെ അക്കുവിന് ഉറക്കം വരില്ല. അതെല്ലാം പറഞ്ഞു 2 കിട്ടിക്കഴിഞ്ഞ് വേഗം ഉറങ്ങുന്നാണ്. കണ്ണടച്ചിക്കണൊക്കെ അറിയാം. എവിടെ കലച്ച് കല്ലേക്ക് നോക്കാം. നമുക്ക് കഴിയുമ്പോ ചോര കാണിച്ചു തരാം. വേണ്ട വേണ്ട ജൂ. കണ്ടോ അങ്ങനെ ബോധം കരുതി തരണോ? ബോധം കരുതല്ലേ? എന്റെ ബോധം ഞാൻ കെടുത്തു. അത് പോയിന്റ്. എന്റെ ബോധം കെടുത്ത അണക്ക് എവിടെ വേണ്ട. മെഡിറ്റേഷൻ ആണ്. സുഭാഷേട്ടാ ഫോൺ പിടിക്കേ. എന്റെ മേല് വേദനിച്ചാ കിട്ടും. എന്റെ മേല് വേദനിച്ചാ കിട്ടും. എന്നിട്ട് ലാസ്റ്റ് ആ ഏത്തൊക്കെ ഞാൻ ഇട്ടല്ലോ എന്ന് പറയാം. എനിക്ക് പോണം. തമാശ ചെയ്യാൻ തമാശ കളിക്കല്ല. നിന്നെ കൊണ്ട് ഏത്ത റീച്ചു എന്ന് പറഞ്ഞ ലാസ്റ്റ് കാണിക്കാനോ. 1 2 3 4 5 6 7 8 ശ്വാസം വലിച്ച് വിട്ട് ഒന്നും കൂടെ 5 വട്ടം കൂടി അതും പിടിച്ചിക്ക്. ശ്വാസം പിടി, വലി, നീട്ടി വലിക്ക്. പറഞ്ഞു കിട്ടണ എന്താ മൂക്ക് കൂടെ ഓട്ടത്തിയ ഇല്ല. പോകും 5 പിന്നെ ബോഡി ആവണേ.
എഫക്റ്റ് വരുന്നെങ്കിൽ അങ്ങനെ പത്തനോ ശ്വാസം വിട്. കുറച്ച് കഴിഞ്ഞ് ഒന്ന്. ചത്തോ? ചാവൊന്നുമില്ല എൻ്റെ അമ്മ. എന്തായാലും ചെയ്തു ചാവര കൊല്ലര. ഇതേപോലെ കുഞ്ഞാവല്ലേ അവളെ താത്താന്റെ അടുത്ത കണ്ണേട്ടന്റെ കല്യാണത്തിന്റെ തലേന്ന് തലേന്ന് 5 വട്ടങ്ങനെ ഏത്തടിപ്പിച്ച് എല്ലാരും ഹോളിന്റെ ഉള്ളിൽ ഇങ്ങനെ നിക്കട്ടോ. അപ്പുറത്ത് ഇപ്പൊ തറച്ച ആൾക്കാര് നിക്കണേന്റെ ഇടയിൽ ശ്വാസം പിടിച്ചിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടോ. ഇങ്ങനെ നിക്കണത് പോക്ക് എല്ലാരും ഇടയിൽ വീഴ്ച നിലത്തിന് പോയിട്ട് തല നോക്കിട്ട് ചീരടി നടന്നു. ഇവൻ കൊല്ലുന്നതല്ലേ. അക്ക് നോക്കണേ. ശ്രീമാണ്ടേ ഞാൻ കാര്യം പറയട്ടെ, ഇതെങ്ങനെ പിടിക്കേണ്ട അറിയോ? ഇങ്ങനെ പിടിക്കണം. ശ്രീമാളുടെ കഴുത്ത് കൊള്ളണ്ട പിടിക്കാൻ. എന്ത് കൊള്ളണ്ടേന്ന്? കയ്യുമതാ ഇങ്ങനെ കിട്ടണം. ഇങ്ങനെ പിടിച്ച് ഇറുക്കി പിടിച്ചിരിക്കാനാ. ഇവിടുന്ന് ഈ നരമ്പ് പോണൊക്കെല്ലേ ഒക്കെ സ്റ്റെക്ക് ആവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് പുറം പോവും. പിന്നെ നീച്ച് വരുമ്പോ ഫ്രഷ് ആണ്. ഒക്കെ ഫ്രഷ്, ഒക്കെ പുതിയ ആൾക്കാരാണ്. എന്റെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ നിലച്ചിട്ട് എന്റെ ബോധം പോയി ഇവൻ എന്നെ കൊല്ലാൻ നോക്കുക. അങ്ങനെ ബോധം വന്നിട്ട് മോത്തേക്ക് ഒരൊറ്റ കൊടുത്താൽ നീക്കും. ഞാൻ അങ്ങനെ ചെയ്യട്ടെ? ഞാൻ ചെയ്യാവൂല. ചെയ്തിട്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ്. ക്ലാസ്സിനൊക്കെ ചെക്കന്മാര് അങ്ങനെ പിടിച്ചിട്ട് ആരും വിശ്വസിച്ചില്ല. വീഴും ആരും ഞാൻ പറഞ്ഞു പിടിക്കാൻ ഒരാൾ നിന്ന് പറഞ്ഞു. ഇവരെല്ലാരും വിചാരിച്ചു വെറുതെ തമാശ പറയാ. ഞാൻ ചെയ്തിട്ട് ഞാനൊരു കൈയ്യട്ടി മാറിയിരുന്നു. ആശ ഒറ്റ പോക്ക. ആൾക്കാർ തട്ടിപ്പോയ കേസ് വരും കണക്ക്.